പശ്ചിമേഷ്യയിൽ പ്രകോപനം സൃഷ്ടിച്ച് ഇറാനെതിരെ ആക്രമണ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് അമേരിക്ക. ഈ ഭീഷണി പക്ഷേ ട്രംപിന്റെ സർവനാശത്തിലേക്കാണ് വഴിതുറക്കുന്നതെന്നാണ് വിലയിരുത്തൽ. വാക്കിലും പ്രവൃത്തിയിലും സ്ഥിരതയില്ലാത്ത ട്രംപ് ഇപ്പോൾ റഷ്യയെയും പിണക്കിയിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടന്ന പുടിൻ ട്രംപ് ഫോൺ കോളിൽ 1 മണിക്കൂർ നേരം ട്രംപിന് കാത്തിരിക്കേണ്ടി വന്നതും അതിന് ഉദാഹരണമാണ്. ഇത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭാഷണത്തിൽ ട്രംപ് പറഞ്ഞതിനും അപ്പുറം പുടിൻ തീരുമാനിച്ചതാണ് നടപ്പാക്കിയിരിക്കുന്നത്. അതാകട്ടെ റഷ്യയുടെ സ്ട്രാറ്റജിയുമായിരുന്നു. യുക്രൈൻ പ്രസിഡന്റിനെ വൈറ്റ് ഹൗസിൽ നിന്നും ഇറക്കിവിട്ട വീര്യമൊന്നും പുടിൻ്റെ അടുത്ത് ചെലവാകില്ല എന്ന് വേണം കണക്കാക്കാൻ. അതുകൊണ്ടാണ് 1 മണിക്കൂർ പുടിൻ്റെ കോളിനായി ട്രംപിന് കാത്തിരിക്കേണ്ടി വന്നത്. എന്നാൽ ഇറാനുമായുള്ള റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന സഹകരണവും ആണവശക്തിയാകാനുള്ള ഇറാന്റെ ശ്രമത്തിൽ റഷ്യ നൽകുന്ന പിന്തുണയും അവസാനിപ്പിക്കണമെന്ന ട്രംപിന്റെ അഭ്യർത്ഥനയും പുടിൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇറാനുമായി മാത്രമല്ല മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായും ശക്തമായ ബന്ധം നിലനിർത്തിപ്പോകാനാണ് പുടിൻ ശ്രമിക്കുന്നത്. റഷ്യ ഇറാൻ ബന്ധം തകർക്കാതെ ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കാൻ പോലും അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല. റഷ്യയിൽ നിന്നും ഇതിനകം തന്നെ ഏതൊക്കെ ആയുധങ്ങൾ ഇറാൻ കൈവശപ്പെടുത്തിയെന്നത് പോലും അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ ചാരന്മാർക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. ഇതിനിടെയാണ് ഇപ്പോൾ ഇറാൻ ആണവശക്തിയാകുന്നതിൻ്റെ അരികിൽ എത്തി നിൽക്കുന്നത്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ചങ്കിടിപ്പിക്കുന്നതും ഈ യാഥാർത്ഥ്യമാണ്. CIA-യിൽ നിന്നും ഈ വിവരം ലഭിച്ചതോടെയാണ് ട്രംപ് ഇപ്പോൾ ഇറാനെതിരെ യുദ്ധത്തിനായി ഇറങ്ങിയിരിക്കുന്നത്. ആണവ പദ്ധതി വിഷയത്തിൽ ഒത്തുതീർപ്പിലെത്തിയില്ലെങ്കിൽ ഇറാനിൽ ബോംബിംഗ് നടത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഭീഷണി പുറത്തു വരും മുമ്പ് തന്നെ തിരിച്ചടിക്കാനുള്ള സകല സജ്ജീകരണങ്ങളും ഇറാനും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇറാനിൽ ഒരു ബോംബ് വീണാൽ 1000 ബോംബുകൾ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ വീഴുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിനായി ഇറാൻ വൻതോതിൽ മിസൈൽ ശേഖരം തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്ത ഭൂഗർഭ അറകളിലാണ് ഈ മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഭൂഗർഭ അറകളിലെ എല്ലാ ലോഞ്ചറുകളും ഇതിനകം ലോഡ് ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ട് വരുന്നുണ്ട്. ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇറാൻ ഒബ്സർവർ മിസൈൽ ശേഖരം സംബന്ധിച്ച വീഡിയോയും ഇതിനകം തന്നെ പുറത്തുവിട്ട് കഴിഞ്ഞു. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലെ അമേരിക്ക ബ്രിട്ടൻ സൈനിക താവളവും ആക്രമിക്കപ്പെടുമെന്നും ഉറപ്പായിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഡീഗോ ഗാർസിയ. ബ്രിട്ടീഷ് അമേരിക്കൻ സൈന്യത്തിൽ സംയുക്തമായി പ്രവർത്തിക്കുന്ന ദ്വീപിൽ നിലവിൽ ബ്രിട്ടനും ഒരു സൈനിക താവളം രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്രംപ് ഭരണകൂടം അടുത്തിടെയായി ദീർഘദൂര ബോംബർ വിമാനങ്ങളെ ഈ സൈനിക താവളങ്ങളിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. മേഖലയിലെ ഏതെങ്കിലും താവളത്തിൽ നിന്ന് ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ ബ്രിട്ടീഷ് അമേരിക്കൻ സേനകളെ ലക്ഷ്യമിടുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ലെന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെ ഏതെങ്കിലും ശത്രുതാപരമായ നടപടിക്ക് മറുപടിയുമായി ഡീഗോ ഗാർസിയ താവളത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളും ചാവേർ ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുമെന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ടിൽ പറയുന്നത്. അത്തരം ആക്രമണങ്ങളിൽ ഉപയോഗിക്കാവുന്ന ആയുധങ്ങളുമായി ഖുറാസാൻ മിസൈലിൻ്റെയും ഷാഹിദ് ഡ്രോണുകളുടെയും പുതിയ പതിപ്പുകൾ ഇറാൻ രംഗത്തിറക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ നാവിക താവളങ്ങളും ആക്രമിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇതോടൊപ്പം മേഖലയിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാൻ പ്രധാന ലക്ഷ്യങ്ങളാക്കുകയും ചെയ്യും. ഹൂതികളുടെ ആക്രമണം പ്രതിരോധിക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ഇറാൻ പൂർണ്ണ തോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടാൽ തടയുക ഒരിക്കലും സാധിക്കുകയില്ല. ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് അധികാരം ഏറ്റെടുത്തപ്പോൾ മുതൽ ട്രംപ് ആവശ്യപ്പെടുന്നതാണ്. വിവിധ പ്രതിരോധ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം ഇറാൻ വിച്ഛേദിക്കുകയും മിസൈൽ, ഡ്രോണുകൾ എന്നിവയുടെ ശേഷി പരിമിതപ്പെടുത്തുകയും ചെയ്യണമെന്നും ട്രംപ് പറയുകയുണ്ടായി. NBC ന്യൂസിന് നൽകിയ അഭിമുഖത്താണ് അമേരിക്കയുമായി ഒത്തുതീർപ്പിലെത്തിയില്ലെങ്കിൽ ഇറാന് മറുപടി ബോംബിംഗ് ആയിരിക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയത്. അവർ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ബോംബാക്രമണം ഉണ്ടാകുമെന്നും അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബാക്രമണമായിരിക്കും അതെന്നും ഇറാൻ കരാറിൽ എത്തിയില്ലെങ്കിൽ 4 വർഷം മുമ്പ് ഞാൻ ചെയ്തതുപോലെ ഞാൻ അവരുടെ മേൽ ഇരട്ടച്ചുങ്കം ചുമത്താൻ സാധ്യതയുണ്ടെന്നും ട്രംപ് പറയുകയുണ്ടായി. എന്നാൽ അതിനിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നടത്തിയ അടിച്ചമർത്തലിൽ ഇരകളായ വിദ്യാർത്ഥികൾക്കും അക്കാദമിക് വിദഗ്ധർക്കും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയിലെ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ കുറ്റകൃത്യങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്നതിൽ രാജ്യത്തെ സർവകലാശാലകൾ അഭിമാനിക്കുന്നുവെന്നാണ് ഇറാനിലെ അക്കാദമിക് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. പലസ്തീനിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്കെതിരെ സയനിസ്റ്റ് ഭരണകൂടം നടത്തിയ അതിക്രമങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി അതിനെതിരെ ശബ്ദമുയർത്തിയ വിദ്യാർത്ഥികളെ അടിച്ചമർത്തിയും അവരെ സർവകലാശാലകളിൽ നിന്ന് പുറത്താക്കിയും നടപടിയെടുത്തതിൽ നിന്ന് തന്നെ അമേരിക്കയുടെ മുഖം എത്രത്തോളം വികൃതമാണെന്ന് വ്യക്തമാണെന്നും അവർ പ്രസ്താവനയിൽ പറയുന്നുണ്ട്.
പലസ്തീൻ ലക്ഷ്യത്തോട് അനുകമ്പ കാണിച്ചതിന് അമേരിക്കൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പുറത്താക്കുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ ഇറാനിലെ സർവകലാശാലകൾ തയ്യാറാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഇറാനിലെ സുപ്രീം കൗൺസിൽ ഓഫ് ദി കൾച്ചറൽ റവല്യൂഷൻ, അക്കാദമി ഓഫ് സയൻസ്, അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് എന്നിവയുമായി സഹകരിച്ച് ഇറാനിയൻ സർവകലാശാലകളിൽ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രവേശനം സാധ്യമാക്കുമെന്നും ഇറാൻ അറിയിച്ചു കഴിഞ്ഞു. അമേരിക്കയെ പിടിച്ചുകുലുക്കിയ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുമായി ബന്ധമുള്ള എല്ലാ സർവകലാശാല പ്രവർത്തകരെയും നാടുകടത്തണമെന്ന ഭീഷണിയെ തുടർന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപടിയെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായി. രാജ്യത്തുടനീളമുള്ള കോളേജ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ആഴ്ചകളോളം ദിവസേന പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയുമുണ്ടായി. ക്യാമ്പയിനുകൾ നടത്തി വൻ പ്രക്ഷോഭങ്ങളാണ് ഭരണകൂടത്തിനെതിരെ ഉയർത്തിയിരുന്നത്. മാർച്ച് 8-ന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ മഹ്ദൂദ് കഹ്ലിനെ അമേരിക്കൻ ഇമിഗ്രേഷൻ ഏജന്റുമാർ അറസ്റ്റ് ചെയ്തതു മുതൽ നടപടികൾ കൂടുതൽ ശക്തമാക്കുകയായിരുന്നു. ലൂസിയാനയിലെ ഒരു ഇമിഗ്രേഷൻ തടങ്കൽ കേന്ദ്രത്തിൽ തടവിനു കഴിയുന്ന കഹ്ലി പലസ്തീൻ അനുകൂല ക്യാമ്പസ് പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന് നാടുകടത്തൽ നേരിടുന്നുണ്ട്. അമേരിക്ക കുറഞ്ഞത് 300 വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയതായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 300-ൽ കൂടുതൽ ഉണ്ടാകാമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഞങ്ങൾ എല്ലാ ദിവസവും ഇത് ചെയ്യുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾ അമേരിക്കയുടെ വിദേശ നയത്തിനും ദേശീയ സുരക്ഷാ താൽപ്പര്യങ്ങൾക്കും എതിരാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതുമാത്രമല്ല, വിദ്യാഭ്യാസത്തിനായി അമേരിക്കയിലേക്ക് കുടിയേറിയ ശേഷം പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെയുള്ള ആക്ടിവിസത്തിന്റെ ഭാഗമായവർക്കെതിരെ നടപടി വീണ്ടും ഭരണകൂടം കർശനമാക്കിയ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അമേരിക്ക അനുവദിച്ചിട്ടുള്ള സ്റ്റുഡന്റ് വിസ റദ്ദാക്കിയെന്നും എത്രയും പെട്ടെന്ന് രാജ്യം വിടണമെന്നുള്ള അറിയിപ്പാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്നത്. പലസ്തീൻ അനുകൂല പ്രകടനങ്ങളിലും മറ്റും പങ്കെടുത്തവർക്കെതിരെയായിരുന്നു ആദ്യഘട്ടത്തിൽ നടപടി സ്വീകരിച്ചിരുന്നതെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ പോലും നടപടി സ്വീകരിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ. വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പോലും വിലക്ക് ഏർപ്പെടുത്തുന്നുവെന്ന ആക്ഷേപമാണ് ഇതിനെതിരെ ഉയരുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഏതാനും വിദ്യാർത്ഥികൾക്കെതിരെയും അമേരിക്കയുടെ വിസ റദ്ദാക്കൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് വാർത്തകൾ. ഒരു രാഷ്ട്രീയ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കിടുന്നത് പോലും വിസ റദ്ദാക്കലിന് കാരണമാകുമെന്നാണ് ഇമിഗ്രേഷൻ അഭിഭാഷകരും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2023-24 അക്കാദമിക് ഇയറിൽ 11 ലക്ഷം വിദ്യാർത്ഥികളാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലെത്തിയതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഇതിൽ 3,31,000 വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. A1 വിസ എന്ന പേരിലാണ് അമേരിക്ക വിദ്യാർത്ഥികൾക്കുള്ള വിസ അനുവദിക്കുന്നത്. അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്നതിനായി അമേരിക്കയിൽ താമസിക്കുന്നതിന് വിദേശ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന നോൺ ഇമിഗ്രേഷൻ വിസയാണ് A1 വിസ. സ്കൂൾ, കോളേജ്, സെമിനാരികൾ തുടങ്ങിയവയിലെ വിദ്യാഭ്യാസത്തിന് ഈ വിസ ലഭിക്കുകയും ചെയ്യും. അതിനിടെ ലോകത്തിലെ കൊളോണിയൽ ശക്തികൾക്ക് വേണ്ടി മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന സയനിസ്റ്റ് ഭരണകൂടമാണ് മേഖലയിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇസ്ലാമിക നേതാവ് അയത്തുള്ള സയ്യിദ് അലി ഖമേനി. അവരെ വേരോടെ പിഴുതെറിയണമെന്നും ടെഹ്റാനിലെ ഇമാം ഖമേനിയുടെ മൊസല്ല ഗ്രാൻഡ് പ്രയർ ഗ്രൗണ്ടിൽ ഈദുൽ ഫിത്തർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ശേഷം നടത്തിയ പ്രസംഗത്തിനിടെയാണ് ഖമേനിയുടെ വാക്കുകൾ ഇങ്ങനെ വന്നത്. പ്രാദേശിക രാജ്യങ്ങളിലെ പോരാളികളെ പ്രോക്സികളാണെന്നാണ് പാശ്ചാത്യർ ആരോപിക്കുന്നത്. ഈ മേഖലയിൽ ഒരേയൊരു പ്രോക്സി ശക്തി മാത്രമേ ഉള്ളൂവെന്നും അത് അഴിമതി നിറഞ്ഞ ഇസ്രായേൽ ഭരണകൂടമാണെന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും ഖമേനി പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്നും അവസരം ലഭിച്ചാൽ കോളനിവൽക്കരണക്കാരുടെ പ്രതിനിധിയായി സിറിയയെ ആക്രമിച്ചതുപോലെ മറ്റ് രാജ്യങ്ങളിലെ പ്രദേശങ്ങളും ആക്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ക്രിമിനൽ സംഘത്തെ പലസ്തീനിൽ നിന്ന് പിഴുതെറിയണമെന്നും അത് പിഴുതെറിയപ്പെടുകയും ചെയ്യുമെന്നും ഈ ദുഷ്ടശക്തിയെ ഈ മേഖലയിൽ നിന്ന് ഇല്ലാതാക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും ഖമേനി ആഹ്വാനം ചെയ്തിട്ടുണ്ട്.